ഇരിങ്ങൽ സർഗാലയിൽ ആരംഭിച്ച സമ്മർ സ്പ്ലാഷ് 2025 ഏറെ ശ്രദ്ധയാകർഷിക്കുന്നു. വേനലവധി ആഘോഷിക്കാൻ ഇതുവരെ നടന്നിട്ടില്ലാത്ത വിപുലമായ വേനലവധി പരിപാടികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വേനലവധി കുടുംബസമേതം ആഘോഷമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സർഗാലയിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത വിപുലമായ വേനലവധി പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. മെയ് 13 വരെ നടക്കുന്ന പരിപാടിയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വൈവിധ്യമേറിയ വിനോദങ്ങൾ, സ്ത്രീകൾക്കായി കഥക് നൃത്തം, ഡാൻസ് തെറാപ്പി, കോലം ശില്പശാലകൾ, കോലമിടൽ മത്സരം, ഗുരുവായൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂറലിന്റെ സഹകരണത്തോടെ കേരളീയ ചുമർചിത്ര ശില്പശാല, ചിത്രകലാ പരിഷത്ത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെ കേരളത്തിലെ മികച്ച 50-ൽ പരം കലാകാരന്മാരുടെ ചിത്ര പ്രദർശനം, ചിത്രകലാ പരിഷത്ത് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലാ കമ്മിറ്റികളുടെ സഹകരണത്തോടെ 10-ാം തീയതി ചിത്രകലാകാരന്മാരുടെ ഏകദിന ചിത്രകലാ ക്യാമ്പ്, ബൊഗെയിൻവില്ല പ്രദർശനം, ബോൺസായി പ്രദർശനം, വാണിജ്യ സ്റ്റാളുകൾ, കുതിരസവാരി, കുട്ടികൾക്കായി ആകർഷകമായ ഗെയിം സോൺ, ഫുഡ് ഫെസ്റ്റ് എന്നിങ്ങനെ അതിവിപുലമായ പരിപാടികളാണ് നടന്നുവരുന്നത്. 100-ൽ പരം കരകൗശല വിദഗ്ധരുടെ സ്ഥിരം കരകൗശല നിർമ്മാണ യൂണിറ്റുകൾ, 10,000-കണക്കിന് കരകൗശല സൃഷ്ടികൾ, സ്ഥിരം വിനോദോപാധ്യായ പെഡൽ, മോട്ടോർ ബോട്ടിംഗ് എന്നിവയ്ക്കൊക്കെ പുറമെയാണിവ. ഫയർഫ്ലൈസ് സമ്മർ കഫേയും ഇതോടൊപ്പം ആരംഭിച്ചു. മികച്ച ഓപ്പൺ ഡൈനിംഗ് സംവിധാനം സർഗാലയിലെ ജലാശയത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. സന്ദർശകർക്ക് ആസ്വദിക്കാൻ മികച്ച പരമ്പരാഗത വിഭവങ്ങളാണ് ഫയർഫ്ലൈസ് ഒരുക്കുന്നത്. സമ്മർ കഫേ ഉദ്ഘാടനം മെയ് 1-ന് പ്രശസ്ത ഷെഫ് ആബിദ റഷീദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബിരിയാണി കുക്കിംഗ് ഡെമോൺസ്ട്രേഷനും നടത്തി. കേരളത്തിലെ തന്നെ ആദ്യമായി ബാർച്ചിംഗ് പ്രത്യേകം ഡൈനിംഗ് സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് സമ്മർ കഫേ. ബുഫേ സർവീസോടെ ഭക്ഷണം നൽകാനും അത് ജലാശയത്തിന് നടുവിൽ ആസ്വദിക്കാനും സർഗാലയ ഓപ്പൺ എയർ തിയേറ്ററിന് സമീപം ലൈവ് കൗണ്ടർ ഒരുക്കി വിവിധ പാരമ്പര്യ ഭക്ഷ്യവിഭവങ്ങൾ നൽകാനും വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഒരുക്കാനുമാണ് സമ്മർ കഫേ ഒരുക്കിയിരിക്കുന്നത്. വൈകുന്നേരം 7 മണി മുതൽ 11 മണി വരെയാണ് സമ്മർ കഫേയുടെ പ്രവർത്തന സമയം. പരമ്പരാഗത രുചികൾ സർഗാലയക്കൊപ്പം ആസ്വദിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുക്കിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് കൂടുതൽ ആളുകളെ എത്തിക്കുക എന്നുള്ളത് ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് വളരെ ആദ്യമായിട്ടാണ് വേനലവധിക്കാലത്ത് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പൊതുവെ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനവും പൊതുവേ നമുക്ക് കേരളത്തിൽ അനുഭവപ്പെടുന്ന ചൂട്, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ദേശീയപാതയിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ കൊണ്ടുള്ള പ്രയാസങ്ങളൊക്കെ നമ്മൾ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഇടയിൽ ഒരു പരിഹാരം എന്ന നിലയിലും ആളുകൾക്ക് വൈകുന്നേരങ്ങൾ ഉൾപ്പെടെ ആസ്വദിക്കാൻ സർഗാലയിലെ ഏറ്റവും നല്ലത് സർഗാലയിലെ സായാഹ്നങ്ങളാണ്. അപ്പോൾ ആ സായാഹ്നങ്ങൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് കാര്യപരിപാടികൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് സർഗാലയിൽ ഇപ്പം ഇത്തവണത്തെ അന്താരാഷ്ട്ര കലാകരകൗശല മേളയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നല്ലൊരു ബാർജ് തന്നെ ഇവിടെ കലാ പരിപാടിക്ക് വേണ്ടി ഒരുക്കിയത്. ആ ബാർജ് പിന്നീട് വീണ്ടും മറ്റു പരിപാടികൾക്കൊന്നും ഉപയോഗപ്പെടുത്തിയിരുന്നില്ല. ആ ബാർജിൽ ഒരു ഈവനിങ് ഡൈനിങ്ങിനുള്ള, അതായത് നമുക്കൊരു സമ്മർ കഫേ എന്ന നിലയിൽ അതിനകത്ത് ഒരു ഡൈനിങ് ഫെസിലിറ്റി എന്ന ഒരു ആശയം കൂടി നമ്മൾ ഇത്തവണ നടപ്പിലാക്കിയിട്ടുണ്ട്. കേരളത്തിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ മലബാറിൻ്റെ തനതായിട്ടുള്ള ഭക്ഷ്യവിഭവങ്ങൾ നല്ല രീതിയിൽ വളരെ അഫോർഡബിളായ രീതിയിൽ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വിനോദസഞ്ചാരികളെയും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊക്കെ പ്രയോജനപ്രദമാകുന്ന രീതിയിലാണ് അത് ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ പേര് നമ്മൾ ഫയർഫ്ലൈസ് എന്നാണ്, മിന്നാമിന്നി എന്നുള്ള ഫയർഫ്ലൈസ് എന്ന രീതിയിലാണ് അതിനെ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ആ പേര് കൊടുത്തിട്ടുള്ളത് സമ്മർ കഫേ. ഇത്തരം പരിപാടികൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചില കാര്യപരിപാടികൾ നടത്തിയിട്ടുള്ളത് ചിത്രകലാ പരിഷത്തും നമ്മളുമായിട്ട് ചേർന്നുകൊണ്ട് ചിത്രകലാ പരിഷത്തിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ സർഗാലയുടെയും സംയുക്തമായിട്ട് ഏകദേശം 54ഓളം ചിത്രകാരന്മാർ ഒരുക്കുന്ന ഒരു ചിത്ര പ്രദർശനം നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഗുരുവായൂരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ, ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ സർഗാലയുടെയും സംയുക്തമായിട്ട് നമ്മുടെ ഇവിടെ കേരള മ്യൂറൽ ഒരു ചിത്രകലാ ക്യാമ്പ് 10 ദിവസത്തേക്ക് ഒരുക്കിയിട്ടുണ്ട്. അതിൽ 20 ചിത്രകാരന്മാർ സർഗാലയിലെ നമ്മുടെ കോർട്ട്യാർഡിനകത്തുള്ള തൂണുകളിൽ കേരളീയ
സാംസ്കാരിക പാരമ്പര്യത്തെ തുടർത്തുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ വരുന്ന സഞ്ചാരികൾക്ക് വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ്. വിവിധ തലത്തിലുള്ള, അതായത് കലയും കരകൗശല മേഖലയും വിനോദത്തെയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു അനുഭവമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. കുട്ടികളുടെ പാർക്ക് കുറച്ച് കാലങ്ങളായിട്ട് റിനോവേറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് പുതിയൊരു പാർക്കും കൂടി അവിടെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഗെയിംസും അതുപോലുള്ള ചെറിയ വിനോദങ്ങളൊക്കെ ഫാമിലി സഹിതം വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. കുതിര സവാരി ഒരുക്കിയിട്ടുണ്ട് ക്യാമ്പസിനകത്ത്. അങ്ങനെ വൈവിധ്യങ്ങളായിട്ടുള്ള കേരളീയ, പ്രത്യേകിച്ച് നമ്മുടെ വടക്കൻ കേരളത്തിലൊക്കെ അത്രത്തോളം പരിചയമില്ലാത്ത കോലം ശില്പശാല പോലെയുള്ള പരിപാടികൾ പോലും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിനൊക്കെ വന്നിരിക്കുന്ന വളരെ വൈദഗ്ധ്യമുള്ള ആളുകളാണ്. കഥക് ഡാൻസ് നമുക്ക് അത്ര നമ്മുടെ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ കേരളത്തിൽ അത്ര അത്രത്തോളം ആളുകൾ ഇടയിൽ എത്തിയിട്ടില്ലാത്ത കഥകിൻ്റെയൊക്കെ പ്രചാരണം, അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ട്രെയിനർ വന്ന് നല്ലൊരു ശില്പശാല നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈവിധ്യങ്ങളായുള്ള പരിപാടികളിലൂടെ നമ്മുടെ ക്യാമ്പസ് സജീവമായി വരുന്ന സന്ദർശകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൃദ്യമായ അനുഭവം നൽകുക എന്നതാണ് ഇതിൽ ഞങ്ങൾ ലക്ഷ്യമിട്ടത്. ജയ്പൂരിൽ നിന്നുള്ള സിത്താർ കലാകാരൻ സമീർ ഖാന്റെ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കൽ ലൈവ് പോലുള്ള ആകർഷകമായ പരിപാടികളും ഇതോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സീനിയർ ജനറൽ മാനേജർ TK രാജേഷ്, ക്രാഫ്റ്റ് ആൻഡ് ഡിസൈൻ മാനേജർ KK ശിവദാസൻ, F&B മാനേജർ സൂരജ് C, ക്രാഫ്റ്റ് കോർഡിനേറ്റർ S അശോക് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.